ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒന്നും കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 2.1 റിമോട്ട് കിറ്റാണ്. എക്സ്ബൂം എന്ന് പറയുന്ന ഒരു 2.1ൻ്റെ ഒരു റിമോട്ട് കിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് മുക്കത്തു നിന്നാണ്, കാലിക്കറ്റ് മുക്കത്തു നിന്നാണ് ഈ ഒരു റിമോട്ട് കിറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു റിമോട്ട് കിറ്റിന് ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ പാക്കിങ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ടെക്കിൻ്റെയൊക്കെ റിമോട്ട് കിറ്റ് നമ്മൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല പാക്കിംഗ് ഒന്നും കാണത്തില്ല. വെറുതെ ഒരു പാസ്പോർട്ട് പെട്ടിയിൽ ഇങ്ങനെ വെറുതെ എന്തോ ആക്കി വെച്ചിട്ട് അത്ര തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല രീതിയിൽ അവർ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കയ്യിലെടുക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് പഞ്ഞി പോലത്തെ അല്ലെങ്കിൽ തെർമോക്കോൾ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ്. തെർമോക്കോളൊന്നും അല്ല, അതിനകത്ത് പേപ്പർ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പാഴ്സലിനൊന്നും പറ്റാത്ത രീതിയിൽ പേപ്പറെല്ലാം കുത്തി നിറച്ചിട്ടാണ് ഈ ഒരു പാക്കേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് റിമോട്ടാണ്. അത്ര കുഞ്ഞൊന്നുമല്ല, എന്നാലും ഒരു റിമോട്ടാണ് ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത്. അത് ഒരു ഡിസ്പ്ലേ യൂണിറ്റും പിന്നെ ഒരു റിലേയും, അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ പോലത്തെ ഒരു റിലേ യൂണിറ്റാണ്. അത് കവർ തുറന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്നുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു മെയിൻ യൂണിറ്റും കൂടെയാണ്, അതായത് IC ചിപ്പ് വെച്ചിട്ടുള്ള ഒരു യൂണിറ്റും കൂടെയാണ് വരുന്നത്. നമുക്കടുത്ത് കവർ അയച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു റിമോട്ട് കിറ്റ് വരുന്നത്. എല്ലാം പാർട്സ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് സോൾഡറിങ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോൾഡറിങ് അല്ല, ജസ്റ്റ് ഇതെടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ആ ഒരു രീതിയിലാണ്, അതായത് ഡിസ്പ്ലേ മോഡുകൾ ഇതിലോട്ടെടുത്ത് കണക്ട് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു വില ആദ്യമേ പറയാം, 1350 കൊറിയർ ഉൾപ്പെടെ 1350 ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5.1 ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 5.1 റിമോട്ട് കിറ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യുന്ന റിമോട്ട് കിറ്റ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 1600-1700 രൂപ കൊടുത്ത് ഒരു 5 റിമോട്ട് കിറ്റ് വാങ്ങുന്നതിന് നല്ലത് 2.1ൻ്റെ ഈ ഒരു റിമോട്ട് കിറ്റ്, ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം 1350 രൂപയ്ക്കാണ് ഈ ഒരു റിമോട്ട് കിറ്റ് നമുക്ക് വരുന്നത്. ഈ ഒരു രീതിക്കാണ് ഈ റിമോട്ട് കിറ്റ് വരുന്നത്. അപ്പം ഈ ഒരു റിമോട്ട് കിറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിമോട്ട് കിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഞാൻ നേരത്തെ കണ്ടല്ലോ, പാർട്സായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇതിലോട്ട് ജസ്റ്റ് എടുത്ത് ജോയിൻറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ള ഇത് മാത്രമാണ് ഇതിലുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഇനി ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം ഈ ഒരു എക്സ്ബൂം എന്ന് പറഞ്ഞൊരു റിമോട്ട് കിറ്റിൻ്റെ ഒരു വീഡിയോസ്, ഒരു 2-3 വീഡിയോസ് മാത്രമേ ഞാൻ നിലവിൽ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പം യൂട്യൂബിൽ തന്നെ നമ്മുടെ ഡിനെക്സ് ആഡിയോയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു റിമോട്ട് കിറ്റ് ഞാൻ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഡിനെക്സ് ആഡിയുടെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ആംപ്ലിഫയറിന് വയ്ക്കാനായിട്ട് വാങ്ങിയതാണ്. ആ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്ക് ഇന്നലെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഈ തൽക്കാലം എൻ്റെ ഒരു ആംപ്ലിഫയറിൽ വയ്ക്കാനാണ് ഇപ്പോൾ പ്ലാനിങ്. കാര്യം എന്ന് വെച്ചാൽ ആ ആംപ്ലിഫയർ ഇന്നലെ കൊടുക്കണം എന്നുള്ളൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. പക്ഷേ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ഇന്നലെ രാത്രി തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പം അതിലൊരു 5.1ൻ്റെ റിമോട്ട് കിറ്റ് വാങ്ങി അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വിട്ടു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ടെക്കിൻ്റെ ഒരു റിമോട്ട് കിറ്റായിരുന്നു ആ ഒരു സെറ്റിൽ കയറ്റി വിട്ടത്. അപ്പം ഇത് ഇപ്പോൾ തൽക്കാലം ഒരു കളക്ഷൻ എന്നുള്ള രീതിക്ക് ഞാൻ വാങ്ങിയതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൂടുതൽ റിവ്യൂലോട്ട് പോകാം. ഫസ്റ്റ് എൻ്റെ ഒരു PCB എടുത്ത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടിട്ടൊരു സാധാരണ PCB ആയിട്ടാണ് തോന്നുന്നത്. അത്ര ഈ ഗ്ലാസ് ബോക്സി പോലത്തെ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു PCB ആയിട്ട് തോന്നിയില്ല. പക്ഷേ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സോൾഡറിങ് മാസ്കായാലും എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1350 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം 1350 രൂപയ്ക്ക് അവർ ഇത്രയും തരുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് നിലവിൽ ഫീലായിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററുകൾ ഞാൻ നേരത്തെ കണ്ടൊരു വീഡിയോയിൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഇതിൽ വേറെ SC എന്ന് പറയുന്ന ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു കുറവായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ഇപ്പം കെൽട്രോൺ കപ്പാസിറ്ററിൻ്റെ ലഭ്യത കുറവാണെന്ന് പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു SC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു കപ്പാസിറ്റർ അവർ ഇടാനുള്ള കാരണം. ഞാനിപ്പം ഈ ഒരു കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സാംവയുടെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ ഒരു കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ആ ഒരു കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് ഇടാനാണ് പ്ലാനിങ്. അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കുറ്റമായിട്ടോ ഞാൻ പറയുന്നതല്ല. നേരത്തെ കണ്ട വീഡിയോയിൽ കെൽട്രോണാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഇതിൽ സാധാരണ ഒരു SC എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രാൻഡാണ്, കപ്പാസിറ്ററാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അത് ആ ഒരു കപ്പാസിറ്റർ നമ്മളെ കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ ഈ ഒരു റിമോട്ട് കിറ്റ് ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ ലഭ്യത ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഈ ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടുള്ളതെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിൽ ഒരു TDA 7439 എന്ന് പറയുന്ന ഒരു IC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു IC കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IC ഒരു നല്ല ടോൺ തരുന്ന ഒരു IC ആണ് ഈ ഒരു IC. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്, ട്രബിൾ, മിഡ് എന്ന രീതി നമുക്ക് നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടോൺ കൺട്രോൾ നമുക്ക് ഈ ഒരു ICയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റ് ചില പ്രമുഖ ബ്രാൻഡായ റിമോട്ട് കിറ്റുകളിൽ ഞാൻ ഇതുപോലത്തെ ടോൺ കൺട്രോൾ IC കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടോൺ കൺട്രോൾ IC തന്നെയാണ് ഈ ഒരു IC. പിന്നെ PT2258 വന്നിട്ട് നമ്മുടെ സബിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സബ് മീൻസ് ഇത് ഫിൽറ്ററൊന്നും വന്നിട്ടില്ല. സാധാരണ ഒരു ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു ഓഡിയോ ചാനലിന് ഈ IC വഴി കയറ്റി വിട്ടിട്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ സബ് ഫിൽറ്റർ, ഒരു സബ് പ്രീ അല്ലെങ്കിൽ സബ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഫിൽറ്ററാണോ വയ്ക്കുന്നത് ആ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാസ് അല്ലെങ്കിൽ ഒരു ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതാണ് ആ ഒരു സബ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ വർക്കാവും. ജസ്റ്റ് ഇതിനൊരു ഓഡിയോ ഔട്ട്പുട്ട് ഇതുവഴി പുറത്തേക്ക് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സബ് വൂഫറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സബ് വൂഫറിൻ്റെ ആ സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ്. എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ളതുപോലെ തന്നെ ഇതിൽ നമുക്ക് 3 ഇൻപുട്ടാണ് വരുന്നത്. DVD, TV, ആക്സ് എന്ന് പറയുന്ന 3 ഇൻപുട്ടും പിന്നെ റൈറ്റ് ലെഫ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ USB മോഡ്യൂളിൽ നിന്ന് വരുന്ന ഇൻപുട്ടും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ USB എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ഈ 2 സെലക്ടർ പോലെയാണ് ഈ ഒരു റിലേ വർക്കാവുകയും അപ്പോൾ നമുക്ക് ഒരു 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. 5 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ USB മോഡ്യൂളിലോട്ട് ഓണാവാൻ വേണ്ടി USB മോഡ്യൂളിലോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം ആ ഒരു USB എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് USB മോഡ്യൂൾ ഓൺ ആവുള്ളൂ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിമോട്ട് കിറ്റ് എന്തിനാണോ ഉപയോഗിക്കുന്നത്, എല്ലാവരും ആംപ്ലിഫയർ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം പവർ ആംപ്ലിഫയറിലോട്ട് പോകാനായിട്ടുള്ള റൈറ്റ് ലെഫ്റ്റ്, അതായത് റിമോട്ട് കിറ്റിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇത് നമുക്ക് പവർ ആംപ്ലിഫയറിൽ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ബാസ് ട്രബിൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിൻ്റെ ഒരു ആവശ്യം തന്നെ നമുക്ക് വരുന്നില്ല. അപ്പം ബാസ് ട്രബിൾ നമുക്ക് ഈ ഒരു IC വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടോൺ കൺട്രോൾ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ബാസ്, ട്രബിൾ, മിഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു മറ്റു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും വരുന്ന ഔട്ടിനെ ഡയറക്റ്റ് നമുക്കൊരു ആംപ്ലിഫയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ ഇതിലൊരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ആ സർക്യൂട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നും. G-Techൻ്റെയൊക്കെ റിമോട്ട് കിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ പുറകിലുള്ള പ്രോസസ്സർ അല്ലെങ്കിൽ ബാക്കിയുള്ള ചില പാർട്സുകളൊക്കെ SMD ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ SMD അല്ല, നോർമലി സാധാരണ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു തെറ്റായിട്ടൊന്നും പറയാനില്ല. നമുക്കിതിൽ എന്ത് സാധനം കംപ്ലൈൻ്റ് ആയാലും നമുക്ക് വാങ്ങി മാറാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന രീതി നമുക്കില്ല. അതുകൊണ്ട് നമ്മളത് മാക്സിമം ശരിയാക്കി എടുക്കാൻ തന്നെ നോക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ കപ്പാസിറ്റേഴ്സിൽ IC ആയാലും എന്തായാലും എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ആ ഒരു പ്രോബ്ലം
കണ്ടുപിടിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടാണ് എനിക്ക് ഈ ഒരു റിമോട്ട് കിറ്റിൽ നിന്നും തോന്നിയത്. പിന്നീട് മറ്റൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് IR സെൻസറാണ്. ഈ ഒരു IR സെൻസർ നമുക്ക് ഈ ഒരു പ്രത്യേക ഒരു വയർ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സോൾഡറിങ് ഇളക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. സാധാരണ നമുക്ക് റിമോട്ട് കിറ്റിലൊക്കെ ഈ ഡിസ്പ്ലേയുടെ കൂടെ സൈഡിൽ എവിടെയെങ്കിലും വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് സെപ്പറേറ്റായിട്ട് അവരിങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് നല്ലൊരു ഐഡിയയാണ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് സെപ്പറേറ്റ് ഇനി ഇളക്കിയെടുക്കാൻ പറ്റും. അതായത് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നമുക്ക് കയ്യിലെടുത്ത് വയ്ക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു നല്ല കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ആർഡിനോയുടെ നമുക്ക് കണക്ട് ചെയ്യുന്ന വയേഴ്സ് വാങ്ങിയാൽ കിട്ടും. ആ ഒരു വയേഴ്സ് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ടു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിൽ വാങ്ങാൻ കിട്ടും. ആ ഒരു വയേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോർഡ് സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതും അത് നല്ലൊരു കാര്യമാണ്. സാധാരണ റിമോട്ട് കിറ്റിലെല്ലാം ഇത് ആ ഒരു ബോർഡിലോട്ട് ഇതുപോലത്തെ ഒരു ബോർഡിനകത്ത് ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ സോൾഡറിങ് ചെയ്ത് വന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഇളക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കൊണ്ട് വയ്ക്കാം എന്നുള്ള അത് നല്ലൊരു കാര്യമാണ്. ഈ റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് നല്ലൊരു കാര്യമാണ്. പിന്നീട് ഈ കാണുന്ന ഈ ഒരു ചിപ്പ് സെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു IC ആണ് നമ്മുടെ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ഒരു IC-യിലാണ്. ഈ റിമോട്ട് കിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു IC-യിലാണ്. ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ IC പ്രോഗ്രാം ചെയ്യാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റിനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു രീതി നമുക്ക് തന്നെ വ്യത്യാസപ്പെടുത്തി ചെയ്തെടുക്കാം എന്നുള്ളതും ഇതിൽ അത് പ്രോഗ്രാം അറിയാമെന്നുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് വ്യത്യാസപ്പെടുത്തി ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് വരുന്നത് ഇതിൻ്റെ ഒരു എൻകോഡറാണ്. ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വോളിയം കൂട്ടുവാനായാലും അല്ലെങ്കിൽ നമ്മുടെ ബാസ് ട്രബിൾ മുതലായ എല്ലാ കൺട്രോളിലും നമുക്ക് ഇങ്ങനെ ഒരു എൻകോഡറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നീളം ഒരല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് ഇത്രയും നീളം വേണ്ട എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കത് വേണമെങ്കിലും മാറ്റി ഈ ഒരു ബോർഡ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാക്കി എടുക്കാം. ആ ഒരു രീതിയിൽ തന്നെയാണ് അവരിതും ചെയ്തിട്ടുള്ളത്. ഇതിൽ കോംപ്ലിക്കേഷനായിട്ടും അങ്ങനെ ഒരു സംഭവങ്ങളും തന്നെ ഇല്ല. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പവർ, അതായത് 12 വോൾട്ടിലാണ് ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് 12 വോൾട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലവർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലേറ്റർ IC, ഒരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ആണെന്ന് തോന്നുന്നു, നോക്കിയാൽ അറിയാവൂ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ USB എന്ന് പറഞ്ഞൊരു മോഡ് ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേ വർക്കാവുകയും റിലേയിൽ നിന്ന് നമുക്ക് 5 വോൾട്ട്, അതായത് അത് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ USB മോഡ്യൂൾ ഓൺ ആവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിലൊരു സബ് വൂഫറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡിലേ പോലത്തെ ഒരു പ്രൊട്ടക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എക്സ്ബൂം എന്ന് പറയുന്ന ഒരു 2.1 ഒരു റിമോട്ട് കിറ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കൂടാതെ തന്നെ ഇതിലൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം ഇത് നല്ല ലൂസായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, ഒരു ഉറപ്പില്ലാത്ത രീതി. അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം സോൾഡറിങ് ചെയ്ത് വയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് അവർ സെപ്പറേറ്റായിട്ട് ഇളക്കി, അതായത് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ലൂസാക്കി സെപ്പറേറ്റ് ഇളക്കി വച്ചിരിക്കും. കാര്യം ഇതിങ്ങനെ വെച്ച് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിരിക്കാം അവരിത് ഇളക്കി വിട്ടത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും ഒരു നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ഗ്ലൂ വെച്ച് ഉറപ്പിച്ച് വയ്ക്കാം. കാര്യം ഇതിങ്ങനെ അനങ്ങത്തില്ല. അപ്പം വേറെ പ്രശ്നം വരാത്ത ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് എനിക്ക് എടുത്ത് പറയാനുള്ളൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയേഴ്സാണ്. ഇതിൽ ഇവർ ഈ കൊടുത്തിരിക്കുന്ന വയേഴ്സ് കുറച്ചും കൂടെ ഒരല്പം കൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് സാധാരണ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ കിട്ടുന്ന ടൈപ്പ് റിബൺ വയേഴ്സാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ നല്ല ഒരു വയേഴ്സ് കൊടുത്താൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്കി ഓവറാൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഇനി നോക്കിയാൽ മാത്രമേ ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗും കൂടെ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ
ചാനലിൽ പോസ്റ്റ് ചെയ്തെന്നിരിക്കും. അല്ലാതെ ഇതിൻ്റെ ഒരു 1350 രൂപയ്ക്ക് നമുക്കിത് വാങ്ങുമ്പോൾ ഇത് അത്രയ്ക്ക് മോശമാണെങ്കിൽ അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ നമുക്കതിനെ തള്ളി പറയാൻ പറ്റത്തില്ല. കാര്യം ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ആയിട്ടുള്ള സാധനം അതിൽ ഇത്രയും വർക്ക്, ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വർക്ക് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ആയാലും ഇതെല്ലാം ഇരുന്ന് ചെയ്യണ്ടേ. അപ്പം അതത്രയും ചെയ്യാനുള്ള വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും പൈസ കൊടുക്കുന്നതിന് ഒരു നഷ്ടമില്ല. കൂടാതെ തന്നെ ഇത് നമുക്ക് പാർട്സായിട്ട് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. ആംപ്ലിഫയറിനകത്ത് എവിടെ ആണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ഞാനിപ്പോൾ ആ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഡിസ്പ്ലേ യൂണിറ്റ് ഇത് രണ്ട് പാർട്സായിട്ടായിരിക്കും ഞാൻ എൻ്റെ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത്. അതെൻ്റെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുന്നു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു നല്ല വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ലോക്കൽ ഷോപ്പ്, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. അപ്പം തകരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് തകരപ്പറമ്പിൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ രോഹിണി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കടയിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പിന്നീട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളത് കണ്ടുപിടിച്ച് നമുക്കത് പരിഹരിച്ച് നന്നാക്കി എടുക്കാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ റിമോട്ട് കിറ്റ് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഓഡിയോ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഓഡിയോ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇനി തുടർന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. പിന്നെ ഈ റിമോട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത കാര്യം, സാധാരണ എല്ലാ റിമോട്ടിലും ഉള്ളതുപോലെ തന്നെയാണ് ഈ റിമോട്ട്. അതിൽ അത്യാവശ്യം വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാസ്, ട്രബിൾ, മിഡ് എന്ന് പറയുന്ന ഇത് നമുക്ക് സെപ്പറേറ്റ് കൂട്ടാൻ പറ്റും എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാത്തത്. വേറെ ഒന്നും തന്നെ ഇതിലില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബൈ.